ഇങ്ങനെ മുക്കി നമ്മുടെ കൈയടക്കാന്നല്ലാതെ അധികം ബബിൾസും വരുന്നില്ല. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞി ബബിൾ മേക്കർ വിട്ടിട്ട് നമ്മൾ ഒരു വലിയൊരു ബബിൾ മേക്കർ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അതിന് മെയിൻ ആയിട്ടുള്ള സംഭവം ഇത്. അപ്പൊ നിങ്ങൾ മിക്ക ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിന് പേര് റൂഫ് വെന്റിലേറ്റർ എന്നുണ്ടാ. അപ്പൊ മിക്ക ബിൽഡിങ്ങിന്റെ മുകളിൽ നിങ്ങൾ ഇത് കാണാറുണ്ടാവും കേട്ടോ. കാരണം ഇതിൽ കറണ്ടും വേണ്ട, മോട്ടറും വേണ്ട, ഒന്നും വേണ്ട. ഇത് തന്നെ ഇത് ഹോട്ട് എയർ മുകളിൽ പോകുമ്പോ സംഭവം കറങ്ങും കേട്ടോ. അപ്പൊ ഇതിന് കറക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വലിയൊരു ബബിൾ മേക്കർ ഉണ്ടാക്കാൻ പോണേ. നമ്മുടെ റൂഫ് വെന്റിലേറ്ററിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് പിന്നെ നമുക്ക് കളറൊക്കെ അടിച്ചത് നല്ല കുട്ടപ്പനാക്കി എടുക്കുന്ന സംഭവം. ഇനി നമുക്ക് നമ്മുടെ ഈ ബബിൾ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് കുറച്ച് റിംഗ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ പണി തുടങ്ങാം. ഫ്രണ്ട്സ്, പുതിയ നമ്മൾ സാധാരണ കളിക്കാൻ പോയിക്കണേ ഈ ഹൂല ഹോപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ റിംഗ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ അതെങ്ങനെ വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി പ്ലസ് ഇതിന്റെ പോലത്തെ നമ്മൾ ഈ സംഭവം എടുത്തിട്ടുണ്ടല്ലോ, നമ്മളെ ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും. നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ട്. ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്ന കുഞ്ഞു വളകളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ബബിൾസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണേ. അപ്പൊ അതെങ്ങനെ വെക്കണേ നമുക്ക് നോക്കാട്ടെ. അതെ നമ്മുടെ ഈ വളകൾ ഇതേ നമ്മുടെ ഈ ഹൂലാവും പിന്നെ ചുറ്റുതുപോലെ അങ്ങോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബബിൾ മേക്കറിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരൈറ്റും കൂടി വേണം നമ്മുടെ കടൽ കാറ്റിന്. അത് നമ്മുടെ കടപ്പുറത്ത് തന്നെ പോയാലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മ ഇതെല്ലാം കൊണ്ട് നമ്മ കടപ്പുറത്തേക്ക് പോകാൻ പോണ്ടാ. അപ്പൊ അതിൽ നമുക്ക് പോലെ വാ. നമ്മുടെ ഈ ബബിൾ മേക്കറിന്റെ സംഭവമൊക്കെ നമ്മുടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മുടെ ഈ ബബിൾ മേക്കർ ട്രൈ ചെയ്യും കേട്ടോ. ഇവിടെ ചുട്ടുവഴുത്ത വെയിലാണ്. നമ്മുടെ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മ ഇവിടെ നമ്മുടെ റൂഫ് വെന്റിലേറ്റർ ഫിറ്റ് ചെയ്യാൻ പോണേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ റൂഫ് വെന്റിലേറ്റർ ഇത് നമ്മുടെ ഈ സ്റ്റാൻഡിനുള്ളിൽ കടത്തി വയ്ക്കാൻ പോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണേ. നമുക്ക് നമ്മുടെ ബബിൾ ഉണ്ടാക്കണം. റിംഗ് സെറ്റ് ചെയ്യാനുണ്ടാവും. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ചെക്കൻ്റെ ഈ കറക്കൊന്ന് നിർത്താം. ഓക്കെ, നമുക്കിത് നമ്മുടെ വടിയോട് സംഭവം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ പ്ലസ് പോലെ ഉണ്ടാക്കിയ നമ്മുടെ ഈ സംഭവം നമുക്കിത് ഇതിൻ്റെ അടുത്ത് ഫിറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് സംഭവം ഇതിൻ്റെ ഫുള്ള് സെറ്റിങ് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ട്യൂബൊക്കെ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സംഭവം എല്ലാ ട്യൂബിലേറ്റും കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോണ നമ്മുടെ ബബിൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ റിംഗ് ഉണ്ടല്ലോ, നമ്മ ഈ റിംഗ് കൈ കൊണ്ട് വെച്ച് നമ്മ ഇവിടെ ഫിറ്റ് ചെയ്യൂട്ടാ. ഫ്രണ്ട്സ്, നമ്മ ടൈ ഒക്കെ കെട്ടി നമ്മുടെ റിംഗ് ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ സംഭവം പണിട്ട് ഏകദേശം കഴിഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ബബിൾ ഉണ്ടാക്കാനുള്ള ബബിൾ വരുത്താനുള്ള ലിക്വിഡ് നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബബിൾ മേക്കറിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ജൈന്റ് ബബിൾ മേക്കർ നമ്മ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മ സംഭവം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പൊ ഇനി ഇതല്ലേ നമ്മ ഈ തെർമോക്കോളിന് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ലിക്വിഡ് ഒഴിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ട്രേ നമ്മ ഇവിടെ ആയിട്ട് നമ്മ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോട്ടാ. നമുക്ക് ഈ സംഭവം നമുക്ക് ഇവിടെ വെക്കാട്ടോ. നമ്മുടെ ലിക്വിഡ് ഒഴിക്കാൻ പറ്റുന്ന ട്രേ ഒക്കെ നമ്മ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മ എന്തൊരു ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിക്വിഡ് നമ്മ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനിൽ വാങ്ങിച്ച ഈ ലിക്വിഡ് നമ്മ ഇതിനുള്ളിൽ ഒഴിക്കാൻ പോകണ്ട. അതിനുശേഷം നമ്മ ഇത് നമ്മുടെ ഈ ബബിൾ മേക്കർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നമ്മുടെ ഈ റിങ്, ഈ കുഞ്ഞ് റിങ് അത് ടച്ച് ചെയ്യണ വരെ നമുക്ക് ഇവിടെ ഒഴിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലിക്വിഡൊക്കെ നമ്മുടെ ട്രെയിനുള്ളിൽ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജൈന്റ് ബബിൾ മേക്കർ ഫുള്ള് സ്റ്റാർട്ട് ആവാൻ വേണ്ടി ഫുള്ള് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആ വടി അങ്ങോട്ട് മാറ്റിയ സംഭവം ഇങ്ങനെ സ്റ്റാർട്ട് ആവട്ടെ. അപ്പോൾ നമുക്ക് അറിയാം ഇത് വർക്ക് ആവില്ലേ. നമുക്ക് എപ്പോഴും പറയുമ്പോൾ തന്നെ സക്സസ് ആവില്ലേ എന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കാണാൻ പോണേ. ഇനി നിങ്ങൾ പൂരം കാണാൻ പോകുന്ന ഫ്രണ്ട്സ് നോക്കിയേ, ജയന്റ് ബബിൾ മേക്കർ നമ്മ കൈ കൊണ്ടൊന്ന് കറക്കണ്ട, തന്നെ കറങ്ങിക്കൊള്ളു സംഭവം. അപ്പൊ ഇത് നമുക്ക് സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പൊ ഇതിന് കാര്യമൊന്നും വേണ്ട, തന്നെയാണ് ഇത് നമ്മുടെ ബബിൾ ഇതാക്കണം. അപ്പൊ നമുക്ക് വർക്കാവുന്നൊന്നും അറിയില്ല, ചെയ്ത് നോക്കാം. റെഡി 1 2 3.
നല്ല വലിയ ബബിൾസും പിന്നെ നമ്മൾ ചെയ്യേണ്ട തന്നെയാണ് ഇപ്പോൾ നല്ലോണം നല്ല അളവിൽ തന്നെ വരുന്നുണ്ട് സായം. കൂട്ടുകാരന്മാരൊക്കെ വന്നാൽ ഇഷ്ടമായിട്ട് നമ്മുടെ ജയന്റ് ബബിൾ മേക്കർ അപ്പൊ വിജയിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ അതിന്റെ സമയത്ത് നമ്മുടെ കേസും തീർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ജയന്റ് ബബിൾ മേക്കർ അടിപൊളി സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായി. നമ്മുടെ ഈ കടപ്പുറത്തുണ്ടായ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി സംഭവം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കൂല സംഭവം. എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നതിന് ഗുഡ് ബൈ. സംഗതി നമ്മുടെ ബബിൾ മേക്കർ വലുതുണ്ട്, ഭയങ്കര വലുതുണ്ട്. പക്ഷെ നമ്മുടെ ഈ കടൽ തീരത്ത് വരുമ്പോ ഈ കടലുണ്ടാക്കണ ഈ നമ്മുടെ ഈ തിരമാല ഉണ്ടാക്കണ ഈ ബബിൾസുകൾ എന്തോരാണുള്ളത്. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ കടൽ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബബിൾ മേക്കർ.